മയക്കുമരുന്ന് ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സമൂഹത്തിലെ സ്ത്രീകളെ വശീകരിക്കുന്നു എന്ന സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും മയക്കുമരുന്നുമായി മുസ്ലിം യുവാവും കൂട്ടുകാരിയായ ഹിന്ദു പെൺകുട്ടിയും എറണാകുളത്ത് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടത്തിയതിന് കൊല്ലം കിഴക്കൊല്ലൂർ സ്വദേശി ബിലാൽ മുഹമ്മദ്, കണ്ണൂർ സ്വദേശിനി ആരതി ഗിരീഷ് എന്നിവരാണ് ലഹരി വിരുദ്ധ യോദ്ധാവ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 22 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. ചെറിയ പൊതികളിലാക്കി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും പിടിച്ചെടുത്തു. കേരളത്തിൽ ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന പെൺകുട്ടികളുടെയും അവരെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നവരുടെയും എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഉപരിപഠനത്തിനായി മംഗളൂരുവിലേക്ക് പോയ ആരതിയെ കൊച്ചിയിൽ മയക്കുമരുന്ന് ലോബിക്കൊപ്പം രാസലഹരിയുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത അവളുടെ കുടുംബത്തെ ശരിക്കും തകർത്ത് കളയുന്നതായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ പിടിയിലാകുന്ന ഭൂരിപക്ഷം മയക്കുമരുന്ന് ഇടപാടുകളിലൊക്കെയും പിടിക്കപ്പെടുന്ന മുസ്ലിം യുവാക്കളോടൊപ്പം പൊതുവെ ഒരു ഹിന്ദു പെൺകുട്ടിയോ ഒരു ക്രിസ്തീയ പെൺകുട്ടിയോ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പതിവായിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കല്ലൂർ കറുകപ്പള്ളിയിൽ ലോഡ്ജിൽ താമസിച്ച് നാർക്കോട്ടിക്സ് വിപണനത്തിലേർപ്പെട്ട മുഹമ്മദ് താഹിർ ഹുസൈൻ, നവാൽ റഹ്മാൻ, സിറാജ് എന്നീ ലക്ഷദ്വീപ് സ്വദേശികൾക്കും തൃശൂർ സ്വദേശി അൽത്താഫിനുമൊപ്പം ചേർത്തല എഴുപുന്ന സ്വദേശി സോനു സെബാസ്റ്റ്യൻ എന്ന പെൺകുട്ടിയും അറസ്റ്റിലായിരുന്നു. പിന്നാലെ തൊടുപുഴയിൽ പെരുമ്പള്ളിച്ചിറ സ്വദേശി 25-കാരൻ യൂനസ് റസാഖിന്റെ കൂടെ കോതമംഗലം സ്വദേശിനിയായ 22-കാരി അക്ഷയ ഷാജി എന്ന പെൺകുട്ടിയും രാസലഹരിയുമായി അറസ്റ്റിലായി. ഭാവി ഇരുളടഞ്ഞു പോയത് തിരിച്ചറിഞ്ഞ് അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അലറി വിളിച്ചു കരഞ്ഞ അക്ഷയ ഷാജിയെ കേരളം മറന്നിട്ടുണ്ടാകില്ല. കുറെ മാസങ്ങളായി തുടർച്ചയായി ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ മുസ്ലിം യുവാക്കൾക്കൊപ്പം മയക്കുമരുന്ന് കേസുകളിൽ കുരുക്കിലാക്കപ്പെടുന്ന സംഭവം ഒരു തുടർക്കഥ പോലെ ആവർത്തിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ കുരുക്കിലാക്കുന്ന ഒരു മയക്കുമരുന്ന് ചങ്ങല പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പാലാ ബിഷപ്പ് അടക്കം പലരും ആവശ്യപ്പെട്ടതും.